അപ്പോൾ ഈ സ്റ്റോറി വീഡിയോ ഒന്നും അല്ല കേട്ടോ, പകരം ബൈക്ക് വേഴ്സസ് മെഗാ റാമ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്പ്ലെൻഡറാണ് കേസ്. നമുക്ക് സ്പ്ലെൻഡർ ജയിക്കാൻ നോക്കാം. ഇതിന് ഒരു വലിയ വീഡിയോ ആണ് കേസ്. ഓക്കെ, ഒരു 9 മിനിറ്റ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് ഈ റാമ്പ് അങ്ങ് നൈസായിട്ട് ചാടിപ്പിക്കാം. ഓക്കെ, എൻ്റെ അമ്മച്ചേ സ്പ്ലെൻഡർ താഴെ വീഴുവോ ഗൈസ്? ഓക്കെ ഓക്കെ, ഇവിടെ സേഫായിട്ട് ലാൻഡായി ഗൈസ്. അടുത്ത വണ്ടി നോക്കാം. സോറി, അടുത്ത റാമ്പ് ചാടുമോ നോക്കാം. അടുത്ത റാമ്പ് ചാടി കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, പിന്നെ താഴെ എത്തിയിട്ട് വീണാൽ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. കീ റാമ്പ് നമുക്ക് നൈസായിട്ട് ചാടിക്കോ. അപ്പുറത്തെത്തുമോ? ഓക്കെ, അപ്പുറത്തെത്തുമോ? ഓക്കെ, നൈസായിട്ട് ചാടിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് വീണാൽ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് വീണാൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത വണ്ടി നോക്കണം ഗൈസ്. ഓക്കെ, എൻ്റെ അമ്മച്ചി നമുക്ക് പെട്ടെന്ന് നോക്കാം. അയ്യോ യെസ്, നമുക്ക് എന്തായാലും അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി തന്നെ നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡറാണ് യെസ്. ഓക്കെ, എന്തായാലും നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡർ എടുത്ത് പറപ്പിച്ചു കൂടാ. സ്പ്ലെൻഡർ എടുത്ത് ഈ റാമ്പ് ആ റാമ്പ് ചാടാൻ പറ്റിയില്ല യേസ്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ യേസ്. ഓക്കെ, നമുക്ക് ഇനി വരുന്ന റാമ്പും കൂടി അങ്ങനെ നൈസായിട്ട് ചാടിക്കണം ഗൈസ്. ഓക്കെ, എന്നാലേ ഗൈസ് പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, നൈസായിട്ട് പോകുന്നുണ്ട് എൻ്റെ അമ്മച്ചിയെ. അയ്യോ, ഇത് എപ്പോഴാണാവോ ഗൈസ് അവിടെ എത്തുക? എൻ്റെ അമ്മച്ചി നൈസായിട്ട് ചാടിയിട്ടുണ്ടോ അങ്ങനെ? അയ്യോ, അവിടെ എത്തുമോ ഗൈസ്? ഓക്കെ, അവിടെ എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് സേഫ് ലാൻഡ് ആയിട്ടോ ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇത് നല്ല വണ്ടിയാണ് ഗൈസ്. നമുക്ക് അടുത്ത വണ്ടി നോക്കാം എന്തായാലും. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ വണ്ടി നിന്ന് ഇറങ്ങാം, അതായിരിക്കും നല്ലത് ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി നോക്കണം. അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, എൻ്റെ അമ്മച്ചേ ഗൈസ്, അടുത്ത വണ്ടി ട്രോൺ ബൈക്കാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യും, ട്രോൺ ബൈക്ക് കയറിയിരിക്കുക ഗൈസ്. ഇതിൻ്റെ ഈ ബൈക്ക് അടിച്ചു മാറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ, വേണമെങ്കിൽ അതും പോയി കണ്ടോ ഗൈസ്. ഓക്കെ, അയ്യോ ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഈ ബൈക്ക് റാമ്പ് ചാടിക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയോ ചാടിച്ചിട്ടുണ്ട്. ഓക്കെ, സേഫായിട്ട് ലാൻഡ് ആവുമോ? ഓക്കെ, ഇവിടുന്ന് സേഫായി ലാൻഡായി. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും അടുത്ത റാമ്പ് ചാടിക്കാൻ നോക്കാം. അടുത്ത റാമ്പിലും സേഫായിട്ട് ലാൻഡായി മതിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പുറത്ത് എത്തിയാൽ മതിയായിരുന്നു അടുത്ത റാമ്പ് ചാടുമ്പോൾ. ഓക്കെ, അടുത്ത റാമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഒരൊറ്റ ചാട്ടമാണ് ഗൈസ്. അപ്പുറത്തെത്തുമോ? എൻ്റെ അമ്മച്ചി അപ്പുറത്തെത്തിയാൽ മതിയായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പുറത്തെത്തി. സേഫ് ലാൻഡിങ് അല്ല ഗൈസ്. ഓക്കെ, ഇവൻ ഇവിടുത്തെ താഴെ വേണു, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ട്രോൺ ബൈക്ക് ജയിച്ചു കിട്ടുമോ? നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ബൈക്ക് നോക്കാം. ഓക്കെ, എൻ്റെ അമ്മച്ചിയെ ഗൈസ്, അടുത്ത ബൈക്ക് ZX-10R ആണ് ഗൈസ്. ഓക്കെ, ZX-10R ആണ്. നമുക്ക് ഈ ZX-10R ജയിക്കുമോ നോക്കാം. എൻ്റെ അമ്മച്ചിയെ ZX-10R ജയിച്ചാൽ മതിയായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ്, ZX-10R വീഴുമോ ഗൈസ്? എൻ്റെ അമ്മച്ചി ZX-10R വീണു ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, ഇയാൾ വീണില്ല, ഭാഗ്യം കേട്ടോ. നമുക്ക് ഈ കാര്യം ചെയ്യും, ഒന്നും കൂടി ZX-10R സ്പോൺ ചെയ്യുക ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, ഒന്നും കൂടി ZX-10R സ്പോൺ ചെയ്തിട്ട് ഇവിടെ തന്നെ കളിക്കാൻ തുടങ്ങാം. അതറിയാണ്ട് വീണ് പോയതാണ് ഗൈസ്, ഇവിടെ നിന്ന് സ്പോൺ ചെയ്യാം. എൻ്റെ അമ്മച്ചിയെ ഓക്കെ, ഇവിടെ നിന്ന് സ്പോൺ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി കയറാം. വണ്ടി കയറുന്ന ഓപ്ഷൻ കാണിക്കില്ലയോ കേസ്? ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. എന്തോരം ബഗ്ഗാണ് ഈ ഗെയിമിൽ, നിറയെ ബഗ്ഗുണ്ട് കേസ് ഈ ഗെയിമിൽ. ഇതൊക്കെ മാറ്റണം. നമുക്കെന്തായാലും ഈ റാമ്പ് അങ്ങ് ചാടിക്കുക കേസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ജെറ്റ് പാക്ക് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പുറത്തെ കണ്ടത്തേക്ക് എത്തണം. എൻ്റെ അമ്മച്ചി എത്തുമോ? ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ കുഴപ്പമില്ല കേസ്. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത ബൈക്ക് നോക്കാം കേട്ടോ. ഓ, ഇവൻ എന്താ ഇത്ര വലിയ കാണിക്കണം, പെട്ടെന്ന് കാണിക്കണ. ഓക്കെ, അടുത്ത ബൈക്ക് മറ്റേ KTM ആണ് ഗൈസ്. KTM നമുക്ക് ഈ റാമ്പ് നൈസായിട്ട് ചാടിക്കുക. അയ്യോ, അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചാടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് KTM ഇത് ജയിക്കുമോ നോക്കാം ഗൈസ്. ഓക്കെ, KTM ഇവിടെ സേഫായിട്ട് ലാൻഡ് ആയത് പോലും ഇല്ല ഗൈസ്. പിന്നെയാണ് നമുക്കെന്തായാലും അടുത്ത ബൈക്ക് നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത ബൈക്ക് നോക്കാം കേസ്. അടുത്ത ബൈക്ക് വരുന്ന RM5 ആണ് കേസ്, യമഹ RN5. സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ റാമ്പ് ചാടിക്കാം കേസ് ഈ വണ്ടി വെച്ചിട്ട്. ഓക്കെ, നമ്മൾ റാമ്പൊക്കെ ചാടിച്ചിട്ടുണ്ട്. ഓക്കെ,
ഞങ്ങൾക്ക് അടുത്ത റാമ്പും കൂടി ചാടിക്കണം. എൻ്റെ അമ്മച്ചേ പോലെ. ഓ ഭാഗ്യത്തിന് പോയില്ല ഗൈസ്. അയ്യോ പോയില്ലേ ഭാഗ്യം. ഈ റാമ്പും കൂടി അങ്ങ് ചാടിക്കുക, നൈസായിട്ട് ചാടിക്കുക. ഓക്കെ ഗൈസ് പോവാണ്ടിരുന്നാൽ മതി. ഓ ഇതിന് ടോപ്പ് സ്പീഡ് 155. ഇതെന്താ എയറിൽ പോണേ? ഓ താഴേക്ക് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ നിന്ന് സേഫ് ലാൻഡിങ് ആയി ഗൈസ്. സൂപ്പർ സ്പ്ലെൻഡറും R15 മാത്രമേ സേഫ് ലാൻഡിങ് ആയിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ബൈക്ക് നോക്കാം. അടുത്ത ബൈക്ക് സേഫ് ലാൻഡിങ് ആയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ബൈക്ക് നോക്കാം. അയ്യോ ഓക്കെ ഗൈസ് അടുത്ത ബൈക്ക് മറ്റേ കവാസാക്കി നിൻ്റെ H2R ആണ് ഗൈസ്. കവാസാക്കി നിൻ്റെ H2R ആണ്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ചാടിക്കാൻ പോവല്ലേ. ഓ ഗൈസ് പോകുമോ ഗൈസ്? ഇല്ല ഗൈസ് പോയില്ല. പോയില്ലേ? അല്ല പോയാ? ഓ ഗൈസ് ഇവിടുന്ന് സേഫായിട്ട് ലാൻഡ് ആയില്ല ഗൈസ്. ഓക്കെ നമുക്ക് അടുത്ത ബൈക്ക് നോക്കണം. ഓക്കെ അടുത്ത ബൈക്ക് ഏതാണാവോ? ഓക്കെ ഗൈസ് അടുത്ത ബൈക്ക് വരുന്നത് ഹയാബൂസയാണ് കേട്ടോ. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വെയിറ്റുള്ള വണ്ടി വെച്ചിട്ട് ഈ റേസ് ജയിക്കണം ഗൈസ്. ഓക്കെ ഇത് കംപ്ലീറ്റ് ആക്കുമോ നോക്കുക. ഹയാബൂസ കംപ്ലീറ്റ് ആക്കിയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ ഹയാബൂസ സേഫായിട്ട് ലാൻഡ് ആയി. കവാസാക്കിനും കാട്ടി ബെറ്ററാണ് ഹയാബൂസ. എൻ്റെ അമ്മച്ചി എപ്പോൾ പോയെന്നെ. അയ്യോ ഹയാബൂസ കവാസാക്കിനെയും കാട്ടി ബെറ്ററായി ഗൈസ്. ഇവിടുന്ന് സേഫായിട്ട് ലാൻഡായി. ഒരു കാര്യം ചെയ്യാം, എന്താണ് അടുത്ത റാമ്പും കൂടി ചാടിക്കുക ഗൈസ്. ഓക്കെ അടുത്ത റാമ്പ് ചാടിക്കുക. ഓക്കെ അടുത്ത റാമ്പ് ഇവിടെ വന്നു ഗൈസ്. അയ്യാ ഓക്കെ ഗൈസ് അടുത്ത റാമ്പ് ചാടിക്കുക. അപ്പുറത്തെത്തിയാൽ മതിയായിരുന്നു ഗൈസ്. ഹയാബൂസ അപ്പുറത്തെത്തിയില്ല കേട്ടോ. ഇവിടെ നിന്ന് വീഴ്ചയും പോണു. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, അടുത്ത ബൈക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത ബൈക്ക് ഏതാണാവോ ഗൈസ്? ഓക്കെ അടുത്ത ബൈക്ക് ഇത് ഏതാ വണ്ടി? ഡ്യൂക്കിൻ്റെ ഏതൊരു വണ്ടിയാണ് കേട്ടോ. ഡ്യൂക്കിൻ്റെ ഏതാ വണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ നമുക്കെന്തായാലും ഇത് ഡ്യൂക്ക് 200 ആണ്. എനിക്കറിയില്ല, ഇത് ഡ്യൂക്കാണ് അതറിയാം, ഇത് ഏതാ വണ്ടി എന്നൊന്നും അറിയില്ല. ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, അടുത്ത റാമ്പ് അങ്ങ് ചാടിക്കുക. അവിടെ നിന്ന് സേഫായി ലാൻഡായി. ഇനി അടുത്ത റാമ്പും കൂടി ഒന്ന് ചാടിക്കണം ഗൈസ്. എൻ്റെ അമ്മ അടുത്ത റാമ്പ് ചാടിക്കുകയോ അപ്പുറത്ത് എത്തിയാൽ മതിയായിരുന്നു ഗൈസ്. അപ്പുറത്ത് എത്തുമോ? ഓക്കെ ഗൈസ് അപ്പുറത്ത് സേഫായിട്ട് ലാൻഡായില്ല. ഓക്കെ ഒരു കാര്യം ചെയ്യാം, അടുത്ത ബൈക്ക് നോക്കാം ഗൈസ്. അടുത്ത ബൈക്ക് ഏതാണാവോ? അടുത്ത ബൈക്ക് വരുന്നത് ഇതേതാണ്? ഡ്യൂക്ക് 200 ഓ അതായിരിക്കും ചിലപ്പോൾ. ഓ ഗൈസ് ഈ ഡ്യൂക്ക് ഏതാണെന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ ബൈക്കിൻ്റെ പേരും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഈ ബൈക്ക് സേഫായിട്ട് ലാൻഡ് ഗൈസ്. ഇവിടെ നിന്നേ ഈ ബൈക്ക് സേഫായിട്ട് ലാൻഡ് ആയില്ലേ. ഈ സെക്കൻഡ് എന്താ ബെൽറ്റ് എടുത്ത് കളിക്കുക. അടുത്ത ബൈക്ക് നോക്കാം. അടുത്ത ബൈക്കാണ്, അടുത്ത ബൈക്കല്ലേ ഗൈസ്. അടുത്ത വരുന്നത് നമ്മുടെ പ്ലഷറാണ് ഗൈസ്. ഓക്കെ നമ്മൾ ഈ പ്ലഷർ എന്താണ് താഴെ എത്തുമോ നോക്കാം. ഗൈസ് ആ റാമ്പ് ചാടിയില്ല. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ പ്ലഷറല്ലേ, ചാടിയില്ലെങ്കിലും കുഴപ്പമില്ല. ചാടിയാലും സേഫ് ലാൻഡ് ആവും, ചിലപ്പോൾ സേഫ് ലാൻഡ് ആവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. അയ്യോ എന്താ പറയുക, നമുക്ക് ഈ റാമ്പും കൂടി ഒന്ന് ചാടിക്കണം. ഓക്കെ ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടമാണ് ഈ അപ്പുറത്തെത്തിയാൽ മതിയായിരുന്നു കേട്ടോ. അയ്യോ അപ്പുറത്തെത്തണേ. അപ്പുറത്തെത്തിയുണ്ട്, സേഫായിട്ട് ലാൻഡ് ആവില്ല. കണ്ടാൽ തന്നെ അറിയാം സേഫായിട്ട് ലാൻഡ് ആവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. അയ്യോ